സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം 35-60 വയസ്സിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിറോസ് ബാബുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഞ്ചേരി നഗരസഭാ പ്രസിഡന്റ് അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന തരത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്ന് ഇവർ മുമ്പും ഇങ്ങനത്തെ പദ്ധതികളൊക്കെ വരുമ്പോൾ അതില്ല ഇല്ല എന്ന് പറയാം. 1600 പെൻഷൻ സർക്കാരാക്കിയപ്പോൾ അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരാ. അത് 2000 ആക്കി അടുത്ത ഈ മാസം 20 മുതൽ കഴിഞ്ഞ മാസത്തെ 1600 ഈ മാസത്തെ 2000 കൂടി 3600 എല്ലാവരും കയ്യിൽ നാളെ മുതൽ കിട്ടാൻ പോവാണ്. അപ്പൊ ഇപ്പൊ ആ സമയത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇതില്ലാറുണ്ട്. ഞാൻ ഇതിന്റെ ഫോം ഒഴിപ്പിച്ച് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോ സ്ഥാനാർത്ഥികൾ മഞ്ചേരി 53 വാർഡിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ആ 53 വാർഡിലെ സ്ഥാനാർത്ഥികളോട് നമ്മൾ വീട് കയറുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് ഇനി വേണ്ടത് എന്നുള്ള നിർദ്ദേശം സർക്കാർ കയ്യിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വികസനങ്ങൾ ഒരുപാട് സർക്കാർ മുൻപന്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 35 വയസ്സ് മുതൽ 35 ലക്ഷം സ്ത്രീകൾക്ക് മഞ്ഞ കാർഡും ചുവന്ന കാർഡുള്ളവർക്ക് 1000 രൂപ സ്ത്രീകൾക്ക് പെൻഷനായി പ്രഖ്യാപിക്കുന്നത്. അത് അടുത്ത 2 മാസം കഴിഞ്ഞാൽ വീണ്ടും അത് നീല കാർഡിനും കൂടി കൊടുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത്. അത് സർക്കാരിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കിയ സർക്കാരാണ്. അപ്പൊ ഇത്തരം പ്രചരണങ്ങൾ നടന്നത് ഇത്തവണ മഞ്ചേരി നഗരസഭയിൽ UDF-ന്റെ അധികാരം നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയത്തിന്റെ പേരിലാണ്. അതെ, മഞ്ചേരിയിലെ UDF-ന് ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുന്നു. എല്ലാ വാർഡുകളിലും നല്ല പ്രചരണങ്ങളും ഇടതുപക്ഷം 53 സ്ഥാനാർത്ഥികളിൽ നല്ല മുൻപന്തി പോകും. ഒരു 60% നല്ല ലീഗിന്റെ പ്രവർത്തകരും നല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ ഭരണം മാറണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഇല്ലാന്നും അതിന് മുമ്പും അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ ഈ പ്രചരണം മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതി ഉണ്ട് എന്നുള്ളതും സർക്കാർ ഈ പദ്ധതി ചെയ്യുമെന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് വീടുകളിൽ കയറിയിട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. 5-6 വാർഡുകൾ ഇപ്പൊ തന്നെ റിബലുകളും മറ്റൊക്കെ വന്ന് ഇടതുപക്ഷം എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പാണ് ചില 5-6 വാർഡുകളിൽ നടന്നത്. അതൊന്നും മുൻകാലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ച വാർഡുകളുമല്ല. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ഭയപ്പാടുണ്ട്. ആ ഭയപ്പാട് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു, ലീഗിന്റെ സ്ഥാനാർത്ഥികളെ വേറെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഇന്നലെ 53 സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് മഞ്ചേരി ടൗൺ ഹാളിൽ നിന്ന് വിജയരാഘവൻ മുൻ MP രാജ്യസഭ MP എന്നിട്ടാണ് അത് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് ടീക്കാംസ ഞങ്ങളെല്ലാവരും പങ്കെടുത്ത പരിപാടിയിൽ 53 സ്ഥാനാർത്ഥികളെ ഇന്നലെ ഇടതുപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാലത്തും ഇതുപോലെ 2000-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മഞ്ചേരിയിൽ എങ്ങനെയാണോ അധികാരത്തിൽ വന്നത് അതുപോലുള്ള ട്രെൻഡാണ് ഇപ്പോൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് UDF ആരടങ്ങിയിട്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള കള്ളപ്രചരണങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിനെന്ത് വില കൊടുത്തു ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കും എന്ന് മാത്രമാണ് മഞ്ചേരി LDF അതിന് ശക്തമായിട്ട് നേരിടും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ വോട്ടർമാരോട് പറയാനുള്ളത് ഇത് UDF-ന്റെ ഭരണം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വെറും കള്ളപ്രചരണമാണ്.